എന്താണ് ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഉള്ളത്. കമ്മിങ് ടു ദ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ്, നമുക്ക് രണ്ട് രീതിയിലുള്ള ആക്ടിവിറ്റീസ് സാധാരണ രീതിയിൽ കാണാൻ പറ്റും. ആൻഡ് വൺ ഈസ് നോൺ ആസ് എയറോബിക് ആക്ടിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് എ മസിൽ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റി. എയറോബിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് മേക്സ് യു ബ്രീത്ത് ഹാർഡർ. ആ വാക്കിൽ നിന്ന് തന്നെ മീൻ എയറോബിക്, കൂടുതൽ എയർ ശരീരത്തിലേക്ക് എടുക്കാൻ സഹായമാവുന്ന എന്നാണ്. സംതിങ് ദാറ്റ് മേക്സ് യു ബ്രീത്ത് ഹാർഡർ and takes more air, more oxygen, and it makes your heart beat faster. As a result, there is an increase in the heart and lung fitness. അപ്പം നമ്മൾ വളരെ ശക്തമായി, വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ റിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, കുറേ നേരം ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ കുറേ നേരം ഓടുക, ക്രിക്കറ്റ് കളിക്കുക, ബാഡ്മിൻ്റൺ, ഷട്ടിൽ കളിക്കുക, ഇതെല്ലാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, സ്വിം ചെയ്യുക, അല്ലെങ്കിൽ ജോഗ് ചെയ്യുക, ഇതെല്ലാം വളരെ ഹാർഡ് എക്സസൈസാണ്. ബ്രിസ്ക് വാക്കിംഗ്, ഡാൻസിങ്, സൈക്ലിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, പ്ലേയിങ് ബാസ്കറ്റ്ബോൾ, ഇതൊക്കെ വളരെയധികം എനർജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇത് കുറച്ച് നേരം നമ്മൾ കളിച്ചാൽ തന്നെ നമ്മൾ വളരെയധികം പെട്ടെന്ന് ടയേർഡ് ആയി പോകും. കാരണം എന്താ, ഒത്തിരിയധികം എനർജി അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സച്ച് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്രീസ് ദ ഫിറ്റ്നസ് ഓഫ് അവർ ഹാർട്ട് ആസ് വെൽ ആസ് ദ ഫിറ്റ്നസ് ഓഫ് അവർ ലങ് ബൈ മേക്കിംഗ് us consume more oxygen, by making our muscles work faster and stronger. ഇതൊക്കെയാണ് എയറോബിക് ആക്ടിവിറ്റിയുടെ ഒരു പ്രത്യേകത. ഇനി ആൻഡ് സംടൈംസ് ഇത്തരം ആക്ടിവിറ്റീനെ വേറെ ടൈപ്പ് ഓഫ് മസിൽ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റി എന്ന് കൂടി വേറെ ഒരു കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. മസിൽ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റിയും ഇടയും തമ്മിൽ ഒരു പ്രധാനമായ വ്യത്യാസം ബോൺ സ്ട്രെങ്തനിങ് മസ്കുലർ ഫിറ്റ്നസും ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. ഉദാഹരണമായിട്ട് ദർ ആർ സം ആക്ടിവിറ്റീസ് ലൈക്ക് അത്തരം ആക്ടിവിറ്റീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത്, they should work all such activities should work all the major muscle groups of your body. That is leg muscles, hips in the muscles, back muscles, chest, abdomen, shoulder, arms. ഇത്തരം ഭാഗത്തുള്ള മസിൽസ് കുറെ കൂടി സ്ട്രോങ്ങറും ആവാൻ വേണ്ടിയുള്ള എക്സസൈസിനെയാണ് മസിൽ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിന് കുറെ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം. ഉദാഹരണമായിട്ട് പുഷപ്പ്, പുള്ളപ്പ്, സിറ്റപ്പ്, സ്ക്വാട്സ്, ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ ബേസിക്കലി ഒരു മസിലിന്റെ ആരോഗ്യം, മസിലിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ആക്ടിവിറ്റി. നമ്മൾ കുറെ നേരം ഓടുകയാണെങ്കിൽ അതൊരു എയറോബിക് ആക്ടിവിറ്റിയാണ്, നമ്മുടെ ഓവറോൾ ബോഡീനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ചില ആക്ടിവിറ്റീസ് മൊത്തം ബോഡീനെ അങ്ങ് കാര്യമായിട്ട് എഫക്ട് ചെയ്യത്തില്ല, പക്ഷെ അത് നമ്മുടെ ചില പർട്ടിക്കുലർ മസിൽസിന് മാത്രം. ഇപ്പോൾ സിറ്റപ്സും പുള്ളപ്സും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള എക്സസൈസ് മസിലിന്റെ ഇതാണ്. ചിലത് വയറിന്റെ മസിൽസിന് മാത്രം എഫക്ട് ചെയ്യുന്ന ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ സച്ച് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് അവർ ബോഡ് ആസ് വെൽ ആസ് ദ സ്ട്രെങ്ത് ഓഫ് അവർ മസിൽസ് ആർ നോൺ ബൈ ദ നെയിം മസിൽ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റി. ഇങ്ങനെ രണ്ട് മേജർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് സാധാരണ രീതിയിൽ നമുക്ക് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കും, ഹൗ മച്ച് എയറോബിക് ആക്ടിവിറ്റി ഡു ഐ നീഡ്? ഒരാൾക്ക് എന്തുമാത്രം എയറോബിക് ആക്ടിവിറ്റിയുടെ ആവശ്യമുണ്ട്? അതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത്. ഏകദേശം ഒരു 150 മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസീവ് എയറോബിക് ആക്ടിവിറ്റി. അതായത് ഒരാഴ്ച എന്ന് വെച്ചാൽ, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 days. അപ്പോൾ 150/7. സാധാരണ നമുക്ക് 7 days വർക്ക് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് 5 days വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ഓൺ ആൻ ആവറേജ് ഒരു 30 മിനിറ്റ് നടക്കാൻ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് 150 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ചില എത്ര നമ്മൾ ശ്രമിച്ചാലും നമ്മൾ ആഴ്ചയിൽ 7 ദിവസവും ചിലപ്പോൾ നമുക്ക് പോകാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ 7 ദിവസവും പോവുകയാണെങ്കിൽ 150 കുറച്ചും കൂടി 20 മിനിറ്റ് ഒക്കെ പോയാൽ മതിയായിരിക്കും, 20-25 മിനിറ്റ് ഒക്കെ പോയാൽ മതിയായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 25 to 30 മിനിറ്റ്സ് നമ്മൾ ദിവസവും എക്സർസൈസിനും എയറോബിക് ആക്ടിവിറ്റിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ and then we will get enough amount of നമ്മുടെ ആവശ്യത്തിനുള്ള എയറോബിക് ആക്ടിവിറ്റി ആയി. സോ 150 മിനിറ്റ്സ് ഓഫ് മോഡറേറ്റ് ഇന്റൻസിറ്റി എയറോബിക് ആക്ടിവിറ്റി, വളരെ മോഡറേറ്റ് ഇന്റൻസിറ്റിയാണ്. രണ്ടാമത്തെ നോക്കിയാൽ ഓർ 75 മിനിറ്റ്സ് ഓഫ് വിഗറസ് ഇന്റൻസിറ്റി ആക്ടിവിറ്റീസ്. അപ്പോൾ വിഗറസ് ഇന്റൻസിറ്റി ജോഗിങ്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, ഓടുക, അല്ലെങ്കിൽ സ്വിമ്മിങ്, ഇതൊക്കെ വളരെ വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് ആണെങ്കിൽ നേരെ പകുതി മതി.
15 മിനിറ്റ് ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 15 മിനിറ്റ് താഴേക്ക് 5 പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ആക്ടിവിറ്റി ആവും. അപ്പോൾ അത്രയാണ് ഒരാഴ്ച നമുക്ക് ആവശ്യമായിട്ടുള്ളത്. Then next sentence നോക്കിയാൽ one can combine the moderate and vigorous intensity aerobic activity in a week for ചില കാര്യങ്ങളിൽ കുറച്ച് ഒരു 5 മിനിറ്റ് വിഗറസ് ആക്ടിവിറ്റി ചെയ്തിട്ട് ബാക്കി 15-20 മിനിറ്റ് മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റിയിലോട്ട് വേണമെങ്കിൽ പോവാം. അപ്പം അങ്ങനെ ഒരു ബാലൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 75 to 150 മിനിറ്റ്സ്, അതായത് ഒരാഴ്ചയിൽ ഏകദേശം ഒരു 1.25 മണിക്കൂറോളമൊക്കെ നമുക്ക് എക്സർസൈസിന്റെ ആവശ്യമുണ്ട്. അതൊരു മോഡറേറ്റോ വിഗറസോ ആയിട്ടുള്ള എക്സർസൈസ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഡു ദ എയറോബിക് ആക്ടിവിറ്റി ഇൻ സെഗ്മെന്റ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ്, 10 മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ ഇന്റർവെൽസിൽ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും. യു ഡോണ്ട് ഹാവ് ടു ഡു 20 to 30 30 അരമണിക്കൂറൊക്കെ ഒരുമിച്ച് ചെയ്യണമെന്നില്ല. 10 മിനിറ്റിന്റെ ചെറിയ, അതായത് മൊത്തം നമ്മുടെ ഒരു ആഴ്ച ഇത്രയും അധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം അതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനാണ് എപ്പോഴും ശ്രമിക്കുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരു ദിവസം കുറേ നേരം ഓടി അല്ലെങ്കിൽ കുറേ നേരം ഫ്ലേവർ, ബാക്കിയുള്ള ദിവസം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ അല്ല. എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. ചെറിയ ഒരു വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമില്ല. Then moderate intensity aerobic activity causes slight increase in breathing and heart rate. ഉദാഹരണമായിട്ട് അതിന് എന്താണ് മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റി? അപ്പോൾ ബ്രീത്തിങ് കൂട്ടുന്നു, ഹാർട്ട് റേറ്റും കൂട്ടുന്നു. പ്രധാനമായിട്ടും ഹാർട്ടിന് ആണ് വളരെയധികം ഹാർട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാതിരിക്കും. ബ്രിസ്ക് വാക്കിംഗ് 5 കിലോമീറ്റർ പെർ അവർ അത്യാവശ്യം സ്പീഡിൽ നടത്തുക, ഇതാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയും. ഒരുപക്ഷെ ഈ വാക്കിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ്, ലോകത്ത് എക്സസൈസുകളുണ്ട്. ബാക്കി എല്ലാ എക്സസൈസുകളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെയധികം പ്രയാസമാണ്. ചിലപ്പോൾ അതിനിപ്പോൾ ഫുട്ബോൾ കളിക്കുകയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയോ ഷട്ടിൽ കളിക്കുകയോ മറ്റെന്ത് ആരെങ്കിലും കൂട്ടിന് വേണം, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കളിക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടൊക്കെ ജീവിക്കാം. പലപ്പോഴും ഇത്തരം ഫ്രണ്ട്സും ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. എളുപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള സൗകര്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ഏത് സ്ഥലത്ത് ചെന്നാലും ആരുടെയും സഹായം കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്രിസ്ക് വാക്കിംഗ് ആണ്. അതിന് പ്രത്യേകിച്ച് സ്ഥലവും സൗകര്യവും ഒന്നും വേണ്ട, ആരുടെ കൂട്ടും കമ്പനിയും ഒന്നും വേണ്ട. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ബ്രിസ്ക് വാക്കിംഗ് ആണ്. അപ്പൊ അത് എല്ലാവരും ഒരു ശീലമായി. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഏജിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു 35 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കൂടി എക്സർസൈസിനെ കുറിച്ച് നിങ്ങൾ കോൺഷ്യസ് ആവണം. അതല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഓരോന്നും വന്നു തുടങ്ങും. ഏകദേശം ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ കൊളസ്ട്രോള്, അതുപോലെ പ്രഷർ, അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നെ നമുക്കുണ്ടാവും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത്. ദെൻ ലിഷർ സൈക്ലിംഗ്, അതും എളുപ്പം. ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും സഹായം അന്വേഷിക്കേണ്ട കാര്യമില്ല. ദെൻ ലിഷർ സ്വിമ്മിങ്, അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം സ്വിമ്മിങ് എന്ന് പറയുന്നത് സ്വിമ്മിങ് പൂൾ അടുത്തുണ്ടാവണം. സ്വിമ്മിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് സമയം സ്വിം ചെയ്താൽ പോലും വളരെയധികം എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിങ് വളരെയധികം യൂസ്ഫുൾ ആണ്. അതറിയാവുന്നവർക്ക് ഇപ്പോൾ പണ്ടൊക്കെ സ്വിമ്മിങ് പഠിക്കാനൊക്കെ ഒത്തിരി പ്രയാസം വരുന്നില്ല. ഇപ്പോൾ കുറേയധികം സ്വിമ്മിങ് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്വിമ്മിങ് പൂൾസ് ഒക്കെ ഒത്തിരി അധികം ഇപ്പോൾ അത് എല്ലാ സിറ്റീസിലും ഇപ്പോൾ കോട്ടയത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്നാണ് എനിക്ക്, ഇപ്പോൾ കുറവലങ്ങാടൊക്കെ അങ്ങനത്തെ പ്ലേസസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്തരം പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി, പക്ഷെ എല്ലാം കാശാണ്, കാശ് കൊടുത്താലേ അവിടേക്ക് പോയി സ്വിം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വിമ്മിങ്ങിന് അങ്ങനെ കാശ് മുടക്കിയാലേ സ്വിമ്മിങ് നടക്കുള്ളൂ. ദെൻ പ്ലേയിങ് ഡബിൾസ് ടെന്നീസ്. ടെന്നീസും എന്ന് പറയുന്നത് ടെന്നീസും ഷട്ടിലും ഒക്കെ ആ രീതിയിൽ തന്നെയാണ്. അനദർ ഈസ് ലൈൻ ഡാൻസിങ്. ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഡാൻസ് ആണെങ്കിലും നമുക്കറിയാം വളരെയധികം എനർജി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഡാൻസിങ് അത്യാവശ്യം, വെറുതെ രസത്തിനാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ബോഡിയെ കുറെ കൂടി ഫിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റിയിൽ പെട്ട കാര്യങ്ങളാണ്. ഈ രണ്ടാമത് വിഗറസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? ദാറ്റ് കോസ് യുവർ ഹാർട്ട് റേറ്റ് ടു ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി.
ഇവിടെ നോക്കിയ ഹാർട്ട് റേറ്റ് ദർ ഇസ് സ്ലൈറ്റിങ്, അപ്പൊ പതുക്കെ ഒന്ന് നടന്നു പോവുക, അതൊക്കെ ഒരു അത്യാവശ്യം സ്പീഡിൽ നടക്കുക, അതിപ്പോൾ ഒരു ചെറിയ ഒരു ഹാർട്ടിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾ വളരെ ശക്തമായി ജോഗ് ചെയ്യുകയാണെങ്കിൽ, റണ്ണിങ് ഒക്കെ ആണെങ്കിൽ, ഓടുകയൊക്കെ ആണെങ്കിൽ, ദാറ്റ് വിൽ സിഗ്നിഫിക്കൻ്റ് ദർ വിൽ ഇസ് എ ഹ്യൂജ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് യുവർ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദെൻ സ്വിമ്മിങ് കണ്ടിന്യൂസ് ലാപ്സ് ഉണ്ടാവും, കൂടുതൽ അടുപ്പിച്ചടുപ്പിച്ച് സ്വിം ചെയ്യുക. പ്ലേയിങ് സിംഗിൾസ് ടെന്നീസ് അത് ചെയ്യുക. ഡബിൾ ടെന്നീസിനെക്കാട്ടും കുറച്ചും കൂടി എനർജി ഇന്റൻസിറ്റി ആണ്, കാരണം മറ്റത് ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ ഫുൾ ടൈം നമ്മൾ തന്നെ ഓടുകയും ചാടുകയൊന്നും വേണ്ട. ദെൻ റോളർ ബ്ലേഡിങ് അറ്റ് ഫാസ്റ്റ് പേസ്, റോളർ ബ്ലേഡിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ പ്ലേയിങ് ബാസ്കറ്റ് ബോൾ ഓർ ഫുട്ബോൾ, അതുമൊക്കെ വളരെയധികം. ദെൻ സ്കിപ്പിംഗ് വിത്ത് എ റോപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ ഈ ഒരു ഏജിൽ തന്നെ അത്യാവശ്യം ഒരു എക്സർസൈസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിത രീതി അല്ലെങ്കിൽ ലൈഫ് ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നീട് വന്ന് ശരിയാക്കാന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ്. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചെങ്കിൽ കൊറോണയൊക്കെ കഴിയുമ്പോൾ വീട്ടിലിരുന്ന് വെറുതെ കുറെ സാധനങ്ങൾ തിന്ന് വെറുതെ തടിയും വെച്ച് പോത്ത് പോലെയൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ല, ഒരു രസം ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പൊ അത്യാവശ്യം ഇത്തിരി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും സ്ട്രോങ് ആയിരിക്കും, നമ്മുടെ ബോഡിയും സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അതെല്ലാം നമ്മുടെ ചിന്തയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ സ്ട്രോങ് ആണെങ്കിൽ പൊതുവെ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. ഇത് രണ്ടും സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ വളരെ അൺഹാപ്പി ആയിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പരസ്പര ബന്ധമൊക്കെ നമ്മുടെ ബോഡിയും മൈൻഡും തമ്മിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ if you would like to exercise at a moderate intensity, you should work towards 70% to 80% of your, അതായത് എന്തുമാത്രം നമ്മൾ ഇത് വർക്ക് ചെയ്യണം, അതായത് നമ്മുടെ മൊത്തം മാക്സിമം ഹാർട്ട് റേറ്റിന്റെ ഒരു 70 to 80% നമ്മളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ എയിമിംഗ് ഫോർ വിഗറസ് ഇന്റൻസിറ്റി, you should work for 80 to 85% of your maximum heart rate. ആ മാക്സിമത്തിന്റെ ഹാർട്ട് റേറ്റിന്റെ ഒരു മാക്സിമത്തിന്റെ ഒരു 85% വരെ നമ്മൾ യൂസ് ചെയ്യാം. Develop stronger muscles and bonds. It increase bone density and reduce the risk. ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് പ്രായമാവുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ ഓസ്റ്റിയോപോറോസിസ് കൂടുതൽ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. കാരണം ഒരു 50 എല്ലാം കഴിയുമ്പോഴേക്കും തന്നെ മെനോപോസ് ഒക്കെ ആയി കഴിഞ്ഞ് ബോഡിയിൽ ഈ എസ്ട്രോജന്റെ സപ്ലൈ ഒക്കെ കുറയും. എസ്ട്രോജന്റെയും പ്രോജസ്ട്രോണിന്റെ ഒക്കെ ആ ഒരു ഹോർമോണിന്റെ കോൺസെൻട്രേഷൻ കുറയും. ഇത് കാൽസ്യത്തിന്റെ അളവിൽ വലിയ വ്യത്യാസം ഉണ്ടാകും, ഒരു കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാക്കും. ആ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മുടെ ബോൺസിന്റെ സ്ട്രെങ്ത്, ബോൺസിന്റെ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യും. So it is indirectly our bonds become more softer, more weaker, and that situation is what we call by the name osteoporosis. So osteoporosis ന്റെ കേസിൽ എന്ത് സംഭവിക്കും, അത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രാക്ചർ ഉണ്ടാവുക. ഇവന് ലൈറ്റ് ഫാൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോവുക. ഇപ്പം ഈ അടുത്ത് എൻ്റെ വൈഫിൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ സ്കൂട്ടർ ഒന്ന് ചരിഞ്ഞപ്പോൾ കൈ കുത്തിയതാണ്. കൈയുടെ ആ ഫീമർ ബോൺ മൊത്തം 4-5 കഷ്ണങ്ങളായിട്ട് പോയി മേജർ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം ബോൺ ഡെൻസിറ്റി വീക്ക് ആയതുകൊണ്ടാണ്. അപ്പം അതാണ് പറഞ്ഞത്. അതേസമയം നമ്മൾ സ്ഥിരമായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ കാൽസ്യത്തിൻ്റെ അളവൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതുകൊണ്ട് സോ develop stronger muscles and bonds, so it will increase the bone density and reduce the risk of osteoporosis. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഒരു മേജർ പ്രോബ്ലം തന്നെയാണ്. അത് നമുക്ക് വരില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും എഫക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ കാൽസ്യത്തിന്റെ അളവ് കൂട്ടുക, അതുപോലെ തന്നെ എക്സസൈസ് കൂടുതലുണ്ടെങ്കിൽ മസിൽസും ബോൺസും ഒക്കെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ദെൻ കൺട്രോൾ യുവർ വെയിറ്റ്. as you gain muscle, your body metabolism rate increase, thus enabling it to burn calories more. അതായത് നമ്മൾ വെയിറ്റ് കൂടുമ്പോൾ സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഫാറ്റ് ആണ് കൂടുതലായിട്ട് കൂടുന്നത്. ഫാറ്റ് കൂടിയതുകൊണ്ട് ശരീരത്തിന് എവിടെയെങ്കിലുമൊക്കെ ചീർത്ത് വരും എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതേസമയം മസിൽസ് ആണ്, നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ദ പ്രൊപ്പോർഷൻ ഓഫ് അവർ മസിലിന്റെ വോളിയം അല്ലെങ്കിൽ മസിലിന്റെ പ്രൊപ്പോർഷൻ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. മസിൽസ് നമ്മുടെ ബോഡിയെ കുറെ കൂടി സ്ട്രോങ്ങർ ആക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സർസൈസ് വേണം എന്ന് പറയും. സോ
The best way of improving, reducing your weight is going for exercise. എക്സസൈസിന്റെ ഫലമായിട്ട് കൂടുതൽ കലോറീസ് ബേൺ ചെയ്യും, ഫാറ്റ് ഡിപ്പോസിഷൻ കുറയും, അതെല്ലാം നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കും. റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി. സ്ട്രോങ്ങർ മസിൽസ് ആർ ഏബിൾ ടു സപ്പോർട്ട് യുവർ ജോയിന്റ്സ് ബെറ്റർ ആൻഡ് പ്രിവെന്റിങ് ദം ഫ്രം ഇഞ്ചർ. ഇപ്പൊ നല്ല മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ വീട്ടിൽ ചെന്ന് അച്ഛൻ അമ്മേനെയൊക്കെ ചെന്ന് പതുക്കെ ഒന്ന് പുഷ് ചെയ്താൽ തന്നെ അമ്മ പറയും നീ എന്നെ കൊല്ലുമല്ലടി എന്നൊക്കെ പറയുന്നത് ചോദിക്കുന്നുണ്ട്. കാരണം അവരുടെ ബോഡി ആ രീതിയിലാണ്. നിങ്ങൾ വേണമെങ്കിൽ പോയി ഒന്ന് ശ്രമിച്ചു നോക്കുക, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത്. അപ്പൊ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ എന്നെ വീട്ടിൽ ചെയ്യുന്ന എന്റെ മോളൊക്കെ അമ്മേനെയൊക്കെ തൊടുമ്പോ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോ അതിന്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ ഗ്രാജുവലി വലുതായ പ്രായമാവുമ്പോൾ ഇത്തരം മസിൽ ബോൺസ് വീക്ക് ആവുകയും ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മുടെ മസിൽസ് സ്ട്രോങ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. Then in addition, the strength training exercise increase neural functioning. ഇത് മാത്രമല്ല, മസിലിന്റെ ഒരു അഡ്വാൻറ്റേജിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റുള്ള പ്രയോജനങ്ങളുണ്ട്. നോക്കിയോ, സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ഇൻക്രീസ് യുവർ ന്യൂറൽ ഫങ്ഷനിങ്. ന്യൂറൽ ഫങ്ഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബ്രെയിൻ്റെ ഫങ്ഷനിങ് ആണ്. നല്ല രീതിയിൽ നമ്മൾ എക്സർസൈസ്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നന്നായിട്ട് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ തോട്ട്സിനെയും മൈൻഡിനെയും ഒക്കെ എഫക്ട് ചെയ്യും. ഇറ്റ് മേക്സ് യു ഫീൽ ഹാപ്പി. അതാണ് നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്, ഭയങ്കര ഡിപ്രഷനാണ് എങ്കിൽ ദിവസവും കുറെ എക്സർസൈസ് ചെയ്യാം. ഈ എക്സർസൈസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ചില പ്രത്യേക തരം ഹോർമോൺസ് ഒക്കെ റിലീസ്, എൻഡോർഫിൻസ് എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺസ് ഉണ്ട്. എൻഡോർഫിൻസ് ഒക്കെ നമുക്കൊരു ഫീലിംഗ് ഓഫ് പ്ലഷർ തരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ മസിൽ ആക്ടിവിറ്റി, നമ്മുടെ വിഗറസ് ആക്ടിവിറ്റി വഴി നമുക്ക് ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ നമുക്ക് ഈ മസിൽ ആക്ടിവിറ്റി വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഇംപ്രൂവിങ് യുവർ റിയാക്ഷൻ ടൈം. അതായത് ഇപ്പോൾ ഈ റിയാക്ഷൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു കാറോ സ്കൂട്ടറോ ഒക്കെ ഓടിച്ചു പെട്ടെന്നൊരു ആക്സിഡന്റ് വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് നിങ്ങളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതും അപകടത്തിൽ ഉൾപ്പെടുത്തുന്നതും അപകടത്തിലാക്കുന്നതും ഒക്കെ. അപ്പൊ വളരെ സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടൈം, അതിനാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് പലപ്പോഴും കൂടുതലായിരിക്കും. ദെൻ പ്രിവെന്റിങ് ഇഞ്ചൂറിയസ് ഫാൾ. അതുകൊണ്ടുള്ള ആക്സിഡൻസ് ഒഴിവാക്കാനായിട്ട് ഒരു പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള, റിയാക്ട് ചെയ്യാനുള്ള സമയം. നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് നോക്കുക, 220 അതിന്റെ ഒരു 85% വരെ ഒരു വിഗറസ് ആക്ടിവിറ്റി വഴി നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു 70 to 80% വരെ നമുക്കൊരു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് വഴി നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇനി റെഡ്യൂസ് സിറ്റിംഗ് ടൈം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേസിക്കലി ഹ്യൂമൻ ബീങ്സ് ഒരു നടന്നെല്ലാം ജീവിക്കാനായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടുള്ള ഒരു ഓർഗാനിസമാണ്, അല്ലെങ്കിൽ ഒരു അനിമലാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. നമ്മൾ അധികം സമയം ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അല്ല പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഇരിക്കാൻ ശ്രമിക്കരുത്. മോർ അവേഴ്സ് യു സിറ്റ് ഈച്ച് ഡേ, ഹൈർ യുവർ റിസ്ക് ഓഫ് മെറ്റബോളിക് പ്രോബ്ലംസ്. എന്തൊക്കെയാണ് മെറ്റബോളിക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്? ഇറ്റ് ക്യാൻ ബി ഡയബറ്റീസ് ഉണ്ടാവാം, കൊളസ്ട്രോൾ ഡിപ്പോസിഷൻ ഉണ്ടാവാം, അതീറോസ്ക്ലിറോസിസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സെഡന്ററി ആക്ടിവിറ്റി വഴി നമുക്കുണ്ടാവും. സോ സിറ്റിംഗ് ടു മച്ച് ടൈം ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് യുവർ ഹെൽത്ത് ആസ് വെൽ ആസ് ലോഞ്ചിവിറ്റി. അപ്പൊ ഉദാഹരണമായിട്ട് ഇന്നത്തെ ഒരു ഓഫീസ് സമ്പ്രദായത്തിന്റെ ഒരു വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാണ്. പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്നിപ്പോ എല്ലാ ഫീൽഡിലും കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങളൊക്കെ വന്നപ്പോഴേക്കും കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടി വരികയാണ്. നേരത്തെ ഒരിക്കലും ചിന്തിക്കുക പോലും പറ്റാത്ത ഒരു രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം കേട്ടുകേൾവി കൂടി ഇല്ലായിരുന്നു. അപ്പൊ അതിൽ പോലും എഡ്യൂക്കേഷൻ ഫീൽഡിൽ പോലും കമ്പ്യൂട്ടർ വന്നു, മൊബൈലിന്റെ വന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇരുന്നാണ് കേൾക്കുന്നത്, ഇരുന്നാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡെയിലി ഫിസിക്കൽ ഞാൻ പറഞ്ഞു എന്തുമാത്രം ആക്ടിവിറ്റി നമുക്ക് വേണമെന്ന്, 75 to 150 minutes ഓഫ് ആക്ടിവിറ്റി വേണം. അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ
അത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ ഒരു സെഡൻഡറി ആക്ടിവിറ്റി എപ്പോഴും നമുക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദെൻ sitting too much time can negatively impact your health and longevity, even if you get the recommended amount. ആവശ്യത്തിന് ഫിസിക്കൽ ഡെയിലി ആക്ടിവിറ്റി എടുത്താൽ പോലും കൂടുതൽ സമയം ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുക. ഈവൻ ബ്രീഫ് ബൗട്ട്സ് ഓഫ് ആക്ടിവിറ്റി ഓഫർ വരും ഉണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ്, if you can't fit in 30 minutes walk during the day, try few minutes of walk instead. Any activity is better than none. അപ്പോൾ അത് നമ്മൾ ഓഫീസ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കെല്ലാം എഴുന്നേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, കണ്ണി കണ്ട ആളുകളോടൊക്കെ പോയി കുറ്റമൊക്കെ പറയുക, എന്നിട്ട് ഇവിടെ ഇരുന്ന് കുറ്റം ചെയ്യുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പറയുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറയും, നമ്മളെ കാണുമ്പോൾ ഈ ആളുകൾക്ക് പൊതുവെ അങ്ങനെയല്ല, ആരുടെയെങ്കിലും കുറ്റം പറയാൻ ഒരു സന്തോഷത്തോടെ ജോലിയൊക്കെ മാറ്റി കേട്ടോ. അങ്ങനെയാണ് എല്ലാ സ്ഥാപനങ്ങളും. അതിപ്പോൾ ഈ ഒരു എല്ലാ സ്ഥാപനങ്ങളും, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ചെന്നാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അളിയൻ അയർലൻഡിലാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫോടെ നേഴ്സാണ്. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ പിടിച്ചപ്പോൾ പറയാം, അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി ഉണ്ടല്ലോ, ഫ്രീ ഐറിഷ് പെണ്ണുങ്ങളെല്ലാം കൂടി ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മുടെ ഈ പൈപ്പിൻ ചൂട്ടിലിരുന്ന് പെണ്ണുങ്ങൾ കുറ്റം പറയില്ല, അതുപോലെ ഇരുന്ന് അങ്ങോട്ട് കുറ്റം പറയില്ല. എന്ന് വെച്ചാൽ എന്താ, ലോകത്ത് എവിടെ ചെന്നാലും ഈ സ്വഭാവം ഒരുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം. അല്ലാതെ സമയം രാവിലെ തൊട്ട് വൈകുന്നേരം 10 തൊട്ട് 5 മണി വരെ നിങ്ങൾ ഒരേ കസേരയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ നടുവിന് പ്രശ്നം ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ നടുവിന് പ്രോബ്ലംസ് ഉണ്ടാവാണ്ടിരിക്കണം. ഇടക്കിടക്ക് നമ്മളൊന്ന് എഴുന്നേറ്റ് എവിടെയെങ്കിലൊക്കെ പോയി അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, അതേസമയം നമ്മുടെ റിലേഷൻഷിപ്പ്, നിങ്ങളിപ്പോൾ എവിടെ ചെന്നാലും റിലേഷൻഷിപ്പ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു ഓഫീസിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിലൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ വേണം, എങ്കിലേ ഒരു കാര്യമല്ല ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുൾ ടൈം ജോലി തന്നെ ചെയ്യണമെന്നില്ല, ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കൊക്കെ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീനെയൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണത്. അപ്പം അത് ആ രീതി, അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുക. അത് ഞങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഒരു ഗുണമുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ കുറേയൊക്കെ ഇരുന്നെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റിൻ സാർ ഇവിടെ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, സാറിന് കുറേ നേരം നിന്ന് സാറിൻ്റെ പ്രശ്നം. ഞാനിങ്ങനെ ഇടക്കിടക്ക് കുറച്ച് അവരെ ക്ലാസ് ഇരിക്കുന്നുള്ളൂ. എനിക്ക് ഇരുന്ന് ക്ലാസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല, നിന്ന് തന്നെ ക്ലാസ് എടുക്കാൻ എനിക്കും ഇഷ്ടം. പക്ഷേ ഈ കമ്പ്യൂട്ടർ എന്ന സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്, ഇരുന്നുള്ള ആക്ടിവിറ്റി എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ചെയ്യും. ഈവൻ ബ്രീഫ് ബൗട്ട്സ് ഓഫ് ആക്ടിവിറ്റി ഓഫർ ബെനിഫിറ്റ്. അതാണ് എനി ആക്ടിവിറ്റി ഈസ് ബെറ്റർ ദാൻ നോ ആക്ടിവിറ്റി. ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി. ഓവറോൾ സ്ട്രോങ് എവിഡൻസ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് compared to less active adult men and women, individuals who are more active have lower rates of all-cause mortality. അതായത് മോർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് they have a lesser rates of mortality, മരണ കാരണങ്ങൾ എല്ലാ കാരണങ്ങൾ കൊണ്ടും. then coronary heart diseaseന്റെ റേറ്റ് വളരെ കുറവാണ്. then they will be having very high blood pressure വരാനുള്ള സാധ്യത കുറവാണ്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ആൻഡ് ദർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, അത് നോർമൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറവാണ്. ദെൻ മെറ്റബോളിക് സിൻഡ്രോം, കോളൺ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ ഡിപ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഡിപ്രഷൻ മനസ്സിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തന്നെ എടുക്കണം. കാരണം ചിലപ്പോൾ സമയത്ത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരിക്കും. ചില വീട്ടിലും സ്ട്രെസ് ആയിരിക്കും, ഓഫീസിൽ വന്ന് അവിടെയും സ്ട്രെസ് ആയിരിക്കും, നാട്ടുകാരോട് വന്ന് അവിടെയും സ്ട്രെസ് ആയിരിക്കും. അപ്പം അത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും.
പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ കുറെ അധികം ആക്ടിവിറ്റീസ് ചെയ്യാം, എസ്പെഷ്യലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം. പലപ്പോഴും പ്രകൃതി നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് തരുന്നത്. നമ്മൾ വളരെയധികം ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ വെറുതെ പറമ്പിൽ കൂടിയൊക്കെ വെറുതെയൊക്കെ നടക്കുക കുറേ നേരം, അത് കുറേ അധികം നിങ്ങളുടെ മനസ്സിനൊരു ഉണർവ് തരും, മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കും. ഞാൻ പറഞ്ഞു കുറേ അധികം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അതിലൊന്ന് എൻഡോർഫിൻ ആണ്. ഞാൻ ഈ എൻഡോർഫിൻ അത് ചില ആക്ടിവിറ്റീസിൽ കൂടിയാണ് ഈ എൻഡോർഫിൻ ഉണ്ടാവുന്നത്. ദാറ്റ് ഗീവ്സ് എ ഫീലിംഗ് ഓഫ് പ്ലഷർ, ഒരു സന്തോഷമുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരും. അപ്പൊ അത് അത്തരം ഹോർമോൺസ് കൂടുതൽ ബോഡിയിൽ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും നമ്മുടെ ഓവറോൾ ലൈഫിന് എപ്പോഴും നല്ലതാണ്. ആൻഡ് പീപ്പിൾ who are having more active are less likely to have or vertebral fracture, hip fracture. ഇത്തരം കാരണം സ്ട്രോങ് മോർ ആക്റ്റീവ് ഇൻഡിവിജ്വൽസിന് ഹിപ്പ് എന്ന് പറഞ്ഞ അരഭാഗത്ത് ഇപ്പൊ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് ഈ നിങ്ങളൊക്കെ ഇപ്പൊ എവിടെ വീണാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി ഒരു 10-50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു വീഴ്ച മതി ചിലപ്പോൾ നമ്മൾ തളർന്നു പോകാനായിട്ട്. നമ്മൾ അതോടെ നമ്മുടെ എൻ്റെ ഗൈഡിന്റെ കേസ് ഞാൻ പറയാം. സാറിന് ഈ അടുത്ത സാറ് മരിച്ചു, 63 വയസ്സിലാണ് സാറ് മരിച്ചു പോയത്. സാറിന് സംഭവിച്ചതെന്നൊരു സാറ് രാവിലെ നടക്കാനൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. ഒരു ദിവസം രാവിലെ എങ്ങോട്ട് നടക്കാൻ പോയപ്പോഴേക്കും 4 മണിക്ക് എങ്ങോട്ട് ഒരു ഓട്ടോ ഇടിച്ച് സാറിന് ഒരുപാട് കാലിനും ഒക്കെ ഒരുപാട് ഫ്രാക്ചർ ഉണ്ടായി. ഒരു വർഷം കൊണ്ടാണ് സാറ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത്. അത് കഴിഞ്ഞ് സാറിന് വളരെ മേജർ അറ്റാക്ക് ഉണ്ടായി. അതോടെ സാറങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയെന്ന്, ഞാൻ തളർന്നു പോയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ സാർ അധികം നാൾ ജീവിച്ചില്ല. ഈ അടുത്ത് ഡെങ്കു വന്നാണ് മരിച്ചു പോയത്. അപ്പൊ ആ ഇമ്മ്യൂണിറ്റീനെയൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രായമായി കഴിയുമ്പോഴേക്കും ഇത്തരം ഫ്രാക്ചേഴ്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ 10-45 വയസ്സേ ഉണ്ടാവുള്ളൂ, സ്കൂട്ടറൊന്നും മറിഞ്ഞപ്പോ ഒന്ന് വീട്ടിൽ തന്നെ കൈ കുത്തിയതാണ്. ആ ഫീമറൽ ബോൺ ഒടിഞ്ഞ് തകർന്നു പോയി, 4-5 പീസായി പോയി എന്നാ പറയണത്. ഇനി കുറെ നാളത്തേക്ക് ഇതിടണം. അപ്പോൾ ഇത്തരം ബോൺ ഫ്രാക്ചേഴ്സ് ഒരു 45 കഴിയുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. So then the people who are active have higher level of cardiorespiratory and muscular fitness. അതായത് നമ്മുടെ ഹാർട്ടിന്റെയും, കാർഡിയോ മീൻസ് ഹാർട്ട്, റെസ്പിറേഷൻ മീൻസ് ലങ്സ്, ആൻഡ് മസിൽ ഫിറ്റ്, ഇതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കുണ്ടാവും. Then they are more likely to have achieved weight maintenance, have a healthier body mass and composition. നമുക്ക് നമുക്ക് എന്തുമാത്രം വണ്ണം ഉണ്ട് എന്നുള്ളതല്ല പ്രധാനം, നമ്മുടെ ശരീരം സ്ട്രോങ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത്തിരി വണ്ണം ഉണ്ടായതുകൊണ്ട് പ്രശ്നം, വി വിൽ ബി വെരി സ്ട്രോങ്. നല്ല ഒത്തിരി വണ്ണം ഉണ്ട് എന്നുള്ളത് ചിലവർ ജനറ്റിക്കലും അങ്ങനെയായിരിക്കും. പിന്നെ അതിന് കിടന്ന് എനിക്ക് എൻ്റെ ശരീരം കുറക്കണം എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്ട്രോങ് ആണോ എന്നുള്ളതാണ് ഫാക്ട്. സ്ലിം ആയതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കാറ്റ് ഒരു ഇറുക്കിന് പോലെ തൊട്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോണ അവസ്ഥയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അവർ ബോഡി സ്ട്രോങ് ആണ്, ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം.